ലഹരിക്കെതിരെ ശക്തമായ നിലപാടിനൊരുങ്ങുകയാണ് മലയാള സിനിമ. സിനിമാ സെറ്റിൽ ലഹരി വേണ്ടെന്ന പുതിയ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരി ഉപയോഗം അവസാനിപ്പിക്കാൻ കടുത്ത തീരുമാനങ്ങളുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയതോടെയാണ് പുതിയ തീരുമാനം പുറത്തുവിട്ടത്. ലഹരി ഉപയോഗത്തിനെതിരെ സിനിമാ പ്രവർത്തകരിൽ നിന്ന് നിർമ്മാതാക്കളുടെ സംഘടന സത്യവാങ്മൂലം എഴുതി വാങ്ങും. സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ലെന്നാണ് എഴുതി നൽകേണ്ടത്. നടീനടന്മാർ അടക്കം എല്ലാവർക്കും ഇത് ബാധകമാണെന്നും അസോസിയേഷൻ പറഞ്ഞു. ലഹരി ഉപയോഗത്തെ തുടർന്ന് സിനിമയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്വവും ആ വ്യക്തിക്കായിരിക്കുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. സിനിമാ ലൊക്കേഷനിലോ പ്രൊഡക്ഷൻ വർക്കിനിടയിലോ ലഹരി ഉപയോഗിക്കുകയോ ലഹരി ഇടപാട് നടത്തുകയോ ചെയ്യരുത് എന്നാണ് കരാറിലെ വ്യവസ്ഥ. ലഹരി ഉപയോഗമോ ലഹരി ഇടപാട് മൂലമോ ഷൂട്ടിംഗ് തടസ്സപ്പെടുകയോ നിന്നുപോകുകയോ ചെയ്താൽ അതിന്റെ മുഴുവൻ സാമ്പത്തിക ധാർമ്മിക ഉത്തരവാദിത്വവും ആ വ്യക്തിക്ക് ആയിരിക്കും. ഇനി മുതൽ കരാർ ഒപ്പിടുന്ന സിനിമകളിലെല്ലാം സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകണമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. സത്യവാങ്മൂലം നൽകാത്ത അഭിനേതാക്കളെയോ സാങ്കേതിക പ്രവർത്തകരെയോ സിനിമയുടെ ഭാഗമാക്കേണ്ടതില്ല എന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഫെഫ്ക രംഗത്തെത്തിയിരുന്നു. കരാറിന്റെ വിശദാംശങ്ങൾ ജനറൽ ബോഡി യോഗത്തിൽ അമ്മയും താരങ്ങളെ അറിയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഇടപാടുകൾക്ക് പുതിയ കരാറോടെ നിയന്ത്രണം വരുത്താനാകുമെന്നാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അഭിനേതാക്കളും സംവിധായകരും മുതൽ മേക്കപ്പ് മാൻ വരെ ലഹരി കേസിൽ കുടുങ്ങിയതോടെയാണ് ലഹരിക്കെതിരെ നടപടിയെടുക്കാൻ നിർമ്മാതാക്കൾ മുന്നോട്ട് വന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ലഹരി സംബന്ധമായ കേസുകളിൽ ഉയർന്നു കേട്ടിരുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ലഹരി കൈമാറിയെന്ന് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി വെളിപ്പെടുത്തിയതോടെ വലിയ കോലാഹലങ്ങളായിരുന്നു അത് സൃഷ്ടിച്ചത്. തുടർന്ന് ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ നടനെതിരെ തെളിവുകൾ കണ്ടെത്താനായില്ലെന്നായിരുന്നു അന്വേഷണ സംഘം അറിയിച്ചത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് കേസുമായി ബന്ധമില്ലെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ലഹരി കേസിൽ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഇവരെ പിടികൂടിയത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു പിടികൂടുമ്പോൾ സംഘത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം സമീറിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിന് മേക്കപ്പ് മാൻ രഞ്ജിത്ത് ഗോപിനാഥ് അറസ്റ്റിലായിരുന്നു. ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനൈമാൻ തുടങ്ങി നിരവധി സിനിമകളിൽ രഞ്ജിത്ത് മേക്കപ്പ് മാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 45 ഗ്രാം കഞ്ചാവായിരുന്നു ഇയാളിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തത്.